ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പെന്തക്കോസ്തായിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുക: ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കും. ആത്മാവിനെ നിങ്ങളുടെ മേൽ വർഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കും. എന്നിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആത്മാവിനെ വർഷിച്ചു കഴിയുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയുന്നു. 1, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. 2, നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും. 3, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതായി നമ്മൾ കാണുകയാണ്. പ്രവചിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി പകരം പറയുക എന്നുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വിവാഹത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുക. ആ ബസ്സിൽ മൈക്കുണ്ട്. LP സ്കൂളിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും എല്ലാം ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താണ്? പേര് പറഞ്ഞു. സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട്? വളരെ എളുപ്പമാണ്. പരീക്ഷ ഞാൻ എഴുതുന്നത് ഒരു അഗ്നി എൻ്റെ മേലേക്ക് വരും, ഒരു തീ എൻ്റെ മേലെ, ഒരു തീപ്പന്തം എൻ്റെ മേലേക്ക് വരും. അപ്പോൾ ഞാൻ നല്ല സ്പീഡ് എഴുതി തുടങ്ങും. LP സ്കൂളിൽ പഠിക്കുന്നത് ഒരു പക്ഷേ ആ സമയത്ത് ചാനലിലൂടെ വരുന്ന ക്രിസ്തീയ പ്രോഗ്രാമുകളെല്ലാം കണ്ടിട്ടായിരിക്കാം. എന്നിരുന്നാലും കൊച്ചിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ചിന്തയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അറിഞ്ഞു, ആ കുഞ്ഞ് വളർന്ന് വലുതായി. അവനിപ്പോൾ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി 2-ാം വർഷം പഠിക്കുകയാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും കർത്താവിന് വേണ്ടി പറയുവാനുള്ള ഒരു സാഹചര്യം പെന്തക്കോസ്തയിലൂടെ ലഭിക്കുകയാണ്. വൃദ്ധന്മാർ നല്ല സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് നല്ല ദർശനങ്ങൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാൻ എപ്രകാരമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള നല്ല ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് യുവാക്കൾക്ക് കൊടുക്കും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോൾ ആത്മാവിൻ്റെ വർഷം ലഭിച്ചാൽ ബാഹ്യമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. എന്നാൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും. ആന്തരികമായ അവയവങ്ങൾ വരുന്ന മാറ്റത്തെക്കുറിച്ച് പറയുക. നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. നിങ്ങളിൽ ഞാൻ ഒരു പുതു ചൈതന്യം നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും എൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പുതിയ ഒരു ഹൃദയം എനിക്ക് നൽകുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു.
കാഠിന്യമേറിയ ഹൃദയം, നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന തിന്മയുടേതായ ചില മേഖലകൾ, അത് തിന്മകൾ ചെയ്ത് ഹൃദയം പിന്നെ കഠിനമായിരിക്കുക. ആ കഠിന ഹൃദയത്തെ, ശിലാഹൃദയത്തെ മാറ്റി മാംസളമുള്ള ഒരു നല്ല ഹൃദയം നൽകി ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളെ നിക്ഷേപിക്കുമെന്ന് തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനങ്ങൾ കാക്കുവാൻ വേണ്ടി ബദ്ധശ്രദ്ധരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ദൈവികമായ ചിന്തകൾ നമ്മുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കണം. ദൈവവചനങ്ങൾ വായിക്കുകയും അത് ധ്യാനിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് കേട്ടത് നമ്മൾ മറന്നുപോയാൽ കാര്യമായ ചിന്തകൾ നമ്മൾ സംഭവിക്കില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുക. ചിന്തിക്കുമ്പോൾ ആത്മാവ് നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ പ്രവാചകരായി മാറുവാൻ, ഞങ്ങളുടെ വൃദ്ധന്മാർ മോശമായ സ്വപ്നങ്ങൾ കാണുന്നതിന് പകരം ദൈവിക സ്വപ്നങ്ങൾ കാണുവാൻ, ഞങ്ങളുടെ യുവാക്കൾ ഈ ലോകത്തിൽ തിന്മ പടർത്തുവാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ചാനലിലൂടെ നമ്മൾ കാണുന്നു, എത്ര യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു. ദൈവമേ, അവർക്ക് സുബോധം കൊടുക്കണം. ഞങ്ങളുടെ യുവാക്കൾക്ക് ദൈവികമായ ദർശനങ്ങൾ കൊടുക്കണം. ഞങ്ങളിലുള്ള ശിലാഹൃദയം എടുത്തു മാറ്റണം. പാവം ചെയ്ത് ഞങ്ങളുടെ ഹൃദയം ഒരു വലിയ കല്ല് പോലെ ആയിരിക്കുക. അതൊരു മാംസളമായ ഒരു നല്ലൊരു ഹൃദയം തന്നെ അങ്ങയുടെ പുതുചൈതന്യം ഞങ്ങളെ നിക്ഷേപിക്കണം. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിച്ച് പുതുചൈതന്യത്തിൽ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.